അർജുന്റെ തെരച്ചിലിന് വെല്ലുവിളിയായി ഷിരൂരിൽ കനത്ത മഴ. മഴ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. തെരച്ചിലിനായി കൂടുതൽ സാങ്കേതിക വിദ്യയുള്ള റഡാർ എത്തിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ റഡാറാണ് എത്തിച്ചത്. 8 മീറ്റർ ആഴത്തിൽ കരയിൽ പരിശോധന നടത്താൻ ശേഷിയുള്ളതാണ് റഡാർ. അതോടൊപ്പം ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയും പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗംഗാവലി നദിയിൽ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നു. നേവിയുടെ നേതൃത്വത്തിലാണ് ഗംഗാവലി പുഴയിലെ തിരച്ചിൽ നടക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ് ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ, പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എന്താണ് പറയാനുള്ളത്? അഞ്ജന, രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് പെയ്യുന്നത്. മഴ മാത്രമല്ല, കനത്ത കാറ്റും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നേരിയ തോതിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നുണ്ട്. മഴ മാത്രമല്ല, വലിയ കാറ്റും ഉണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നത്. ഇതുവരെ രാവിലെ 8 മണിക്കൂർ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം 2 മണിക്കൂർ നേരത്തോളം മഴ പൂർണ്ണമായി മാറി നിന്ന് തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതിശക്തമായ മഴ വീണ്ടും ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ഏതായാലും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. റഡാറിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത്. ഈ റഡാർ 8 മീറ്ററോളം ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള റഡാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മെറ്റലിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ഈ റഡാർ പരിശോധനയിലൂടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ സമാന്തരമായിക്കൊണ്ട് തന്നെ ഈ നദിയിൽ, ഗംഗാവാലി നദിയിലും തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതുവരെയും അത്തരത്തിലുള്ള സൂചനകൾ, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതായാലും അവിടുത്തെ മണ്ണ് പൂർണ്ണമായും ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. ഇനിയും മണ്ണ് അവിടെ മാറ്റാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നവർ വ്യക്തമാക്കുന്നത്. ഈ മണ്ണ് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ. കാരണം ഇപ്പോഴുള്ള ഈ 8 മീറ്റർ റഡാർ എന്ന് പറയുന്നതും അതും പൂർണ്ണ സജ്ജമായിക്കൊണ്ട് പരിശോധന നടത്താൻ കഴിയുന്ന വിധം എന്ന് പറയാൻ കഴിയില്ല. കാരണം ചില സ്ഥലങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ ആഴത്തിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന പ്രദേശങ്ങൾ അവിടെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തുടരുന്നുണ്ട്. അതിനിടയിൽ എത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഇന്നലെയും ഇതേ സമയത്ത് കനത്ത മഴ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെയും ഈ സമയത്ത് ഈ പറയുന്ന പരിശോധനയ്ക്ക്, തിരച്ചില് അല്പസമയം നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴിത് ഏതായാലും ഇതുവരെയും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും ഈ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാകുന്നുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ റോഡിന് താഴെ, ദേശീയപാതയ്ക്ക് താഴെ ഗംഗാവാലി നദിയിൽ നേവിയും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ണിടിഞ്ഞ് നദിയിൽ രൂപപ്പെട്ടിട്ടുള്ള മൺതിട്ടയിൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ ഈ നദിയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ നദിയിൽ നടത്തുന്ന പരിശോധന കനത്ത മഴയെ തുടർന്ന് മൺതിട്ടയിൽ നടത്തുന്ന പരിശോധന തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മണ്ണിടിഞ്ഞ ഭാഗത്തു നിന്നുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒരു അരമണിക്കൂർ നേരമായി അതിശക്തമായ മഴ തന്നെയാണ് ഈ പ്രദേശത്ത് തുടരുന്നത്. മഴ മാത്രമല്ല, നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്ത വിധമുള്ള അതിശക്തമായ കാറ്റും കൂടിയുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന് ഒരു ദുഷ്കരമായ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, കനത്ത മഴ തന്നെയാണ് പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് കനത്ത മഴ ഷിരൂരിൽ തുടരുന്നത്. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു. പക്ഷേ ഇടവിട്ടുകൊണ്ടുള്ള ഒരു മഴയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ വളരെ ശക്തമായി തന്നെ പെയ്യുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം ഇതുവരെ നിർത്തിവെച്ചിട്ടില്ല. സന്തോഷ്, ഈ 7ാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ നമുക്ക് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. നേവിയുടെ നേതൃത്വത്തിൽ പരിശോധന സമാന്തരമായി കൊണ്ട് ഗംഗാവാലി പുഴയിൽ നടന്നിരുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്താണ്, അത് അവസാനിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ?
അഞ്ജന, നേവിയുടെ നേതൃത്വത്തിൽ ഗംഗാവാലി നദിയിൽ നടക്കുന്ന പരിശോധന ഇപ്പോഴും അതേപടി തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ കനത്ത മഴയായതിനാൽ ചെറിയ ഒരു തടസ്സം ആ പരിശോധനയ്ക്കും നേരിട്ടുണ്ട്. നേവി പറയുന്ന ഒരു കാര്യം, അതീവ ദുഷ്കരമാണ് ഈ നദിയിൽ നടത്തുന്ന പരിശോധന എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത്, ഒന്ന് വലിയ കുത്തൊഴുക്കാണ് ഈ പുഴയിലുള്ളത്. ഇത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും അതോടൊപ്പം തന്നെ കൊങ്കൺ മേഖലയിൽ നിന്നും എല്ലാം തന്നെ വരുന്ന വലിയ മലവെള്ളപ്പാച്ചിൽ ഈ നദിയിലേക്കാണ് എത്തുന്നത്. മഴ കൂടി ശക്തമാകുന്ന സാഹചര്യത്തിൽ ഒഴുക്ക് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കിൻ്റെ ഒരു പ്രശ്നം തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞു വീണ് ഈ സ്കൂബ ഡൈവിംഗ് ടീമിനുൾപ്പെടെ തടസ്സമായി നിലനിൽക്കുന്നത് മണ്ണിടിഞ്ഞു വീണതാണ്. വലിയ ആഴത്തിലുള്ള പുഴയാണ്. അവിടെ മണ്ണ് ഈ മൺതിട്ട രൂപപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡൈവിംഗ് പരിശോധന ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നേവി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്കിലും അവർ തിരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. നദിയിൽ ഒരു ഭാഗത്ത് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് സമാന്തരമായി തിരച്ചിൽ നടക്കുന്നത്. ഒന്ന്, ഈ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നദിയിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ അതിശക്തമായ മഴ തിരച്ചിലിന് ഒരു ദുഷ്കരമാക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മഴ മാത്രമല്ല, നല്ല കാറ്റുമുണ്ട്. ഇവിടെ മഴയുണ്ടാകുമ്പോൾ ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്നും വെള്ളം ഒഴുകി, മുകളിൽ നിന്നും വീണ്ടും വെള്ളം ഒഴുകി താഴേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. അത് ഈ തിരച്ചിൽ നടത്തുന്ന ആർമിക്കാർക്കും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർക്കും എല്ലാം തന്നെ അവരുടെ പ്രവൃത്തിക്ക് തടസ്സമായി മാറുന്നുണ്ട്. മാത്രമല്ല, ഈ കനത്ത മഴയുണ്ടായി കഴിഞ്ഞാൽ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത പോലും തള്ളിക്കടയാൻ കഴിയില്ല. കാരണം ഈ മലയുടെ മുകൾ ഭാഗത്ത് നിന്നും വെള്ളം താഴേക്ക് ഒഴുകി വരുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ പല ഭാഗത്തും നീരുറവയുടെ സാന്നിധ്യവുമുണ്ട്. അത്തരത്തിൽ ഒരു മണ്ണിടിച്ചിലിന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനം, ഈ തിരച്ചിൽ ഉൾപ്പെടെ ദുഷ്കരമായി മാറുന്നത്. ഏതായാലും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല, തിരച്ചിൽ തുടരുന്നുണ്ട്. മഴയും അതേപടി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ നിന്നും ഈ മണ്ണ് മാറ്റുന്ന, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ടിപ്പർ ലോറികളിൽ മണ്ണ് മറ്റൊരു സ്ഥലത്തേക്ക്, ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നും കോരുന്ന മണ്ണ് നിക്ഷേപിക്കാനായി പോകുന്നത്. ഈ മഴ ശക്തമാകുമ്പോൾ അതിന് ഉൾപ്പെടെ കാലതാമസം നേരിടുന്ന പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അഞ്ജന, ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ, ഇന്ന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിയത് കൂടുതൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിയത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഏതായാലും അതിൻ്റെ എല്ലാം കൂടി സഹായത്തോടു കൂടി തിരച്ചിൽ തുടരുകയാണ്. മറ്റൊരു റഡാർ കൂടി എത്താനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി വരുന്നതോടുകൂടി തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അഞ്ജന. എം സന്തോഷാണ് വിവരങ്ങൾ നൽകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സന്തോഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ശക്തമായ മഴയാണ് പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനൊക്കെ വെല്ലുവിളിയായിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രദേശത്ത് മഴ തുടരുന്നത്. ആ മഴയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് തന്നെയാണ് കൈരളി ന്യൂസ് സംഘം അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം അത് ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ, അതോടൊപ്പം തന്നെ ശക്തി കൂടിയ റഡാർ സംവിധാനം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽ ലഭിക്കുകയും അത് നമുക്കൊരു പ്രതീക്ഷയുണ്ടാക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ പ്രദേശത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ തുടരുന്നത്. എം സന്തോഷ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈ റഡാർ, അത്യാധുനിക റഡാർ സംവിധാനം നേരത്തെ കൊണ്ടുവന്നതുപോലെയല്ല, ശക്തി കൂടിയ റഡാർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉപയോഗിച്ച് കരയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ ഒരു നിമിഷത്തിൽ ലഭ്യമാകുന്നുണ്ടോ? അഞ്ജന, അത്തരത്തിലുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരങ്ങളുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചതായിട്ടുള്ള വിവരമില്ല. എങ്കിലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ കാത്തു നിൽക്കുന്നത്. കാരണം ഇന്നത്തെ ഒരു തിരച്ചിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റഡാർ സംവിധാനമുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിനിടയിലാണ് ഈ ഒരു അതിശക്തമായിട്ടുള്ള മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ മഴ വന്നിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ
ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പോലും വലിയ പ്രയാസം നേരിടുന്നുണ്ട്. പക്ഷേ ലോകത്ത് എമ്പാടുമുള്ള മലയാളികൾ, കോടിക്കണക്കിനായിട്ടുള്ള മലയാളികൾ, ലോക മലയാളികൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓരോ നിമിഷവും അനുനിമിഷം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളെല്ലാം തന്നെ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ നേരത്തോളമായി അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷാപ്രവർത്തനം, ഈ തിരച്ചിൽ നടത്തുന്നത് ദുഷ്കരമാണ്. ഈ ടിപ്പർ ലോറികളുടെ മൂവ്മെൻറ്റ് അതിന് വേഗത കുറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ മഴ ശക്തമാകുമ്പോൾ ഉണ്ടാകുന്നത്. മാത്രമല്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ വലിയ കുന്ന് മണ്ണിടിഞ്ഞ് വീഴുന്ന ഈ ഒരു സ്ഥലത്ത് അവിടെ നിന്നും വെള്ളം മഴ പെയ്യുന്ന സമയത്ത് ഒലിച്ച് ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ചില മേഖലകളിൽ ഇത്തരത്തിൽ മഴവെള്ളം മുകളിൽ നിന്നും, കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് ചിലപ്പോൾ മറ്റൊരു മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പോലും ഇവിടെയുള്ള അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു മഴ തടസ്സമായി നിൽക്കുന്നത്. ഇന്ന് രാവിലെ നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം 8 മണിക്ക് ഈ തിരച്ചിൽ ആരംഭിച്ച സമയത്ത് ഏതാണ്ട് ഒരു 3 മണിക്കൂർ നേരത്തോളം മഴയേ ഉണ്ടായിരുന്നില്ല. തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ കാലാവസ്ഥ ഇന്ന് തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു, വേഗത കൈവരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിന് ശേഷമാണിപ്പോൾ അതിശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചത്. അതാണ് ഇപ്പോൾ ഒരു ദുഷ്കരമായി മാറുന്നത്. നദിയിലെ തിരച്ചും ഗംഗാവാലി, ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയിൽ ആണ്. ഇതിന് താഴെ ഗംഗാവാലി നദിയിലാണ് ഇപ്പോൾ നാവികസേന അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ നേവി പോലും പറയുന്ന കാര്യം ഈ പറയുന്ന രീതിയിലുള്ള നദിയിലെ അതിദുഷ്കരമായിട്ടുള്ള ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിനവും പുരോഗമിക്കുന്നു. പ്രദേശത്ത് അതിശക്തമായ മഴ തന്നെയാണുള്ളത്. ആ മഴയത്ത് നിന്നുകൊണ്ടാണ് സന്തോഷ് അടക്കമുള്ള കൈരളി ന്യൂസ് സംഘം പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട്, രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും മഴ ശക്തമായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉള്ളത്. എന്തായാലും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അതിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കാം. കാരണം ശക്തി കൂടിയ റഡാറുകൾ എത്തിക്കുന്നു. മെറ്റൽ ഡിറ്റക്ടർ, ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. റഡാറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.